എവിടെയായിരുന്നു ഈയിടെ കണ്ട് അമേരിക്കയിലായിരുന്നു അവിടെ എന്തോ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ വന്നു അവിടെ നമ്മുടെ ഇലക്ഷൻ അല്ലേ? ആ ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു. പോയി നോക്കാന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് എന്നിട്ട് നടന്നിട്ട് എങ്ങനെ എവിടെയാ നേരെ പോയി ഇറങ്ങിയത്? നേരെ മയാമി. ആ മയാമി, ഫ്ലോറിഡ. ആ ഫ്ലോറിഡ, വാഷിംഗ്ടൺ. അമേരിക്കയിലൊക്കെ നമുക്ക് വല്ല സ്കോപ്പും ഉണ്ടോ? സ്കോപ്പ് മാത്രമേ ഉള്ളൂ. ആ സ്കോപ്പ. ഈയിടെ എന്നോട് ഒരാൾ പറഞ്ഞതറിയോ, ഫാദർ അമേരിക്കയിൽ ഇറങ്ങിയത് അവിടെ കിഡ്നി അടിച്ചുകൊണ്ട് വരാനാ. ആരുടെയൊക്കെ കിഡ്നി സംഭാവന കൊടുക്കാനോ ദാനം ചെയ്യാനോ കിഡ്നി ആയിട്ട് യാതൊരു ബന്ധം അവർക്കില്ല. അവർക്ക് ബന്ധമില്ലല്ലേ? യാതൊരു ബന്ധമില്ല. അമേരിക്കയല്ലേ? അവർക്കത് ഉണ്ടോ തന്നെ സംശയമാണ്. ആൾക്കാരിപ്പോ കണ്ടു കഴിഞ്ഞാല്, നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആ കിഡ്നി പോവോ നേരത്തെ പറഞ്ഞ സംഭവം. ഫാദർ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ കഴിഞ്ഞ തവണ ഫാദർ വന്ന് പോയ ശേഷമാണ് അത് ടെലികാസ്റ്റ് ചെയ്ത് കണ്ടപ്പോഴാ എനിക്കൊരു സംശയം ബാക്കി കിടക്കുക. ഫാദറിന് ഇത് എത്ര കോട്ടുണ്ട്? ഇത് ഒരെണ്ണേ ഉള്ളോ? മൂന്നെണ്ണം ഉണ്ട് അല്ലെ? ഇത് കാരണം അറിയില്ല. അല്ല, അന്ന് കണ്ടത് തന്നെയാണ് ഇന്ന് ഇട്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി. അല്ലല്ലേ നമ്മൾ അല്ലെ, കാരണം ഫാദർ ഒരു യൂണിഫോം പോലെ ഇട്ടേക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചത് ഇതിടാതെ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമോ? പുറത്തേക്കുള്ള നീണ്ട യാത്രകളിലും പാന്റും ഷർട്ടും ഒക്കെ ഇട്ട് പോകും. ആശ്രമത്തിനകത്തും യാത്ര സാധാരണ ഈ കഴിഞ്ഞ മാസം 5 കൊച്ചു രാജ്യങ്ങളിലായിരുന്നു. ഏതായിരുന്നു അത്? സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, ഓസ്ട്രിയ, ഇറ്റലി, ഫിൻലാൻഡ്. ഇതെല്ലാം പ്രഭാഷണ കലയായിരിക്കും. അല്ല, ഈയിടെ ഒരാൾ എന്നോട് പറഞ്ഞത് ഞാൻ ചിരിച്ച് മണ്ണ് കപ്പിപ്പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഫാദറിന്റെ പ്രസംഗം കേട്ടിട്ട് ഞാൻ പറഞ്ഞ മണ്ണ് കപ്പിക്കാൻ കേരളത്തിൽ ഒരു ഫാദറേ ഉള്ളൂ, അത് നമ്മുടെ കാപ്പിപ്പൊടി അച്ഛനാണെന്ന് പറഞ്ഞു. അപ്പൊ അവർക്കൊക്കെ അറിയാമോ ഇങ്ങനെ ഒരു കാപ്പിപ്പൊടി പേര് നമുക്ക് ഉണ്ടെന്നുള്ളത്? സോഷ്യൽ മീഡിയയിൽ ഉണ്ടല്ലോ. പക്ഷേ ഫാദറിന് ഇപ്പൊ ഒരു തട്ട് ദോഷം വന്നിട്ടുണ്ട്. എന്ന് വെച്ചാലേ, ഈ ഫാദർ എവിടെങ്കിലും ഒരു കോമഡി അടിക്കുന്നു, ഇത് വൈറലാവുന്നു, എല്ലാരും അങ്ങ് അറിയുന്നു. പിന്നെ ഈ കോമഡി എങ്ങനെ ചെലവാക്കാൻ പറ്റത്തില്ലല്ലോ. അത് വലിയ ഉത്പാദിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ ഈ സാധനം. മാത്രല്ല, കാപ്പിപ്പൊടി അച്ഛന്റെ ഈ വെഞ്ചരിപ്പും കുടുംബ പ്രാർത്ഥനകളും എല്ലാം വൈറലായിട്ടുണ്ട്. പിന്നെ ആ മഹാമനസ്കത, വിജയ് ജോസഫ് സാറിന്റെ ചെനയില്ലാത്ത പശുവിന് അല്ലേ, അതൊക്കെ സത്യത്തിൽ ഡിജിറ്റലിൽ വലിയ അത്ഭുതത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. ഇത് ജോസഫ് സാർ വിളിച്ചിട്ട് പോയതാണോ അതോ ഫാദർ മഹാമനസ്കനായിട്ട് അങ്ങോട്ട് പോയി തല വെച്ചാണോ? ജോസഫ് സാറിന്റെ വീട്ടിൽ ഇങ്ങനെ ഇടയ്ക്ക് സന്ദർശിക്കാറുണ്ട്. എന്തായിരുന്നു ഈ സംഭവം? അറിയാത്ത പ്രേക്ഷകരൊന്നും അറിഞ്ഞോട്ട് നീ. അതാ, നമ്മുടെ ആ സാറിന്റെ വീടിനടുത്ത് ഞങ്ങളുടെ ഒരു സ്ഥാപനമുണ്ട്, സെന്റ് ആന്റണി മെഴ്സി ഹോം. അതായത് ബുദ്ധിവൈകല്യമുള്ളവരെ 23 പേരെ നോക്കുന്നൊരു ചെറിയ കേന്ദ്രം. അങ്ങനെ ചെല്ലുമ്പം ജോസഫും വിളിക്കും, വീട്ടിൽ വരാനൊക്കെ പറയും, അദ്ദേഹം സഹായിക്കാറുണ്ട്. അങ്ങനെ ചെന്നപ്പം പറഞ്ഞു, ശരി പശുക്കളുണ്ട്, ഒരു പശു ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്നാണ്, ചന പിടിച്ചാൽ 3-ാം മാസം ഇളകി പോവാണ്, അതുകൊണ്ട് അച്ഛൻ കൂടുതൽ വെഞ്ചരിച്ച് ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഔസേപ്പച്ച ഈ മനുഷ്യർക്ക് വേണ്ടി ഒക്കും, എരുമ പശു ആടൊക്കെ ഒക്കുമെന്ന് ഒരു സംശയം, ഡൗട്ട്. ഞങ്ങളുടെ വിശ്വാസമല്ലേ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പശു കൊണ്ട് അവിടെ നിന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എന്റെ മങ്ങിയ വിശ്വാസം നോക്കാതെ ജോസഫിന്റെയും കുടുംബത്തിന്റെയും വിശ്വാസം നോക്കി ഈ ഓസ്ട്രേലിയൻ പശുവിന് ഒരു ഇന്ത്യൻ ചന കൊടുക്കണമെന്ന് ഒറ്റ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടായി. വെള്ളമൊക്കെ തളിച്ചു പോന്നു. കുറെ നാളുകളിലേക്ക് പിന്നെ ഞാൻ ജോസഫിനെ വിളിച്ചില്ല. കാരണം സംശയമുണ്ട്. അല്ല, പശുവിന് ചന പിടിച്ചില്ല, നമുക്കല്ല നാണക്കേട്. നമ്മുടെ പ്രാർത്ഥന എറിക്കാതെ പോകുന്ന പറഞ്ഞാൽ ചില്ലറ കാര്യം കുറവല്ലേ. മാസങ്ങൾ കഴിഞ്ഞ് ജോസഫ് പറഞ്ഞു, അച്ഛാ പ്രാർത്ഥന ഭരിച്ചു, പശു പ്രസവിച്ചു, ഒരു പെൺകിടാവാണ്, അതിന് ഞാൻ അനാർക്കിലി എന്ന് പേരിട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ജോസഫിന്റെ ആൾക്കാരൊക്കെ പാർട്ടി മീറ്റിങ്ങിന് അവിടെ കൂടിയപ്പം പിജെ പറഞ്ഞു, പുത്തമ്പരച്ചനെ വിളിച്ചു, ഇങ്ങനെ പ്രാർത്ഥിപ്പിച്ചു, പശുവിന് ചന പിടിച്ചു, പ്രസവിച്ചു, അവരോട് പറഞ്ഞു ശരി. അന്ന് രാത്രി ജോസഫിന്റെ സംസ്ഥാന നേതാവ് എന്നെ വിളിച്ചു, പുത്തമ്പരച്ചൻ ഔസേപ്പച്ചനെ പശുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയോ? ഞാൻ പറഞ്ഞു പോയി. ചന പിടിച്ചു, പ്രസവിച്ചു എന്ന് കേട്ടല്ലോ. ഞാൻ പറഞ്ഞു കേട്ടു, സത്യമാണ്. ഞാൻ പിന്നെ കള്ളമല്ല, സത്യമാ. എന്റെ അച്ഛൻ അങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടിൽ വരെ അത്യാവശ്യമായിട്ടൊന്ന് വരണം. ഞാൻ ചോദിച്ചു, അതെന്നാ ഒരു പെൺപന്നി പ്രസവിക്കുന്നേ ഇല്ല, ഇങ്ങനെ കിടക്കുക, അച്ഛൻ എന്തേലും കാണിച്ച് അതിനെ ഒന്ന് ശരിയാക്കി തരണം. മാത്രല്ല, പുള്ളിയുടെ സംസ്ഥാന സമ്മേളനത്തിലാണോ ഇത് പറഞ്ഞാൽ മൊത്തം കേരള കോൺഗ്രസ്സുകാരും ഫാദറിന്റെ വീട്ടിലെത്തും അല്ലേ? ഇത് മൊത്തം പ്രശ്നമാണ്.